ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റീവ് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എണ്ണിച്ചത്. എന്നിട്ട് അവസാനിച്ചത് നമ്മൾ ഹോസ്പിറ്റലിലാണ്. ഈ വീഡിയോയുടെ ഫുള്ളൊന്നുമില്ല, കാരണം ഞാൻ ബാക്കി ഹോസ്പിറ്റലിലായിരുന്നു. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണ്ണിച്ചിട്ട് പിന്നെ മുഖമൊക്കെ കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പഠിക്കാനായിട്ടിരുന്നു. ഒരു 5:30 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. സാധാരണ എനിക്ക് പഠിക്കുമ്പോൾ ഉറക്കം വരുന്നതല്ലാതെ വേറെ വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷെ ഇന്നങ്ങനല്ല, എനിക്ക് ഭയങ്കര ക്ഷീണവും അതേപോലെ തന്നെ എന്തൊക്കെയോ ഒരു മടുപ്പൊക്കെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും തീരെ ഇരിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ എനിക്ക് എണ്ണിക്കാനേ പറ്റുന്നില്ല. സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ പോലും എനിക്ക് നേരെ ചൊവ്വേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോലെ തോന്നി. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭയങ്കര ടയേർഡായിട്ടാണ് അന്നത്തെ ദിവസം ഓരോന്നും ചെയ്തത്. പക്ഷെ ഞാനതൊന്നും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഞാൻ എല്ലാം ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല, ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും. സാധാരണ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് എന്തൊക്കെയോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കാതെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നതേ ഇല്ല. ഞാൻ കയറി കിടന്നു. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഛർദിലായി, വേദനയായി, എന്തൊക്കെയോ. പിന്നെ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയത് മാത്രം എനിക്കറിയാം. എനിക്ക് ഒട്ടും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത കാരണം എപ്പോഴും എനിക്ക് പനി വരുന്നത് സാധാരണമാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരം ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുള്ളൊരു പ്ലാനൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു. അത് എൻ്റെ ടു ഡു ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഒരു കുട്ടി എനിക്ക് ഇതേപോലെ കമൻറ്റ് ഇട്ട് പറഞ്ഞു, ചേച്ചി ഒരു പ്രൊഡക്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന്. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ പ്ലാനൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ ഫോണും കിട്ടി. ഹോസ്റ്റലിൽ എക്സാമൊക്കെ ആയതുകൊണ്ട് ഫോൺ വെക്കേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വയ്യാതായത്. എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. ആ കുട്ടി പറഞ്ഞതുപോലെ എനിക്ക് പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്ത് തരാം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡയറിയിരിക്കാത്ത ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് അതൊരെണ്ണം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇതേപോലെ ഹോസ്പിറ്റലിൽ ട്രിപ്പൊക്കെ ഇട്ട് കിടന്നു. പക്ഷേ ഇതിൽ നല്ലതായിട്ട് എന്നെ എനർജറ്റിക്കായിട്ട് വരുന്നതാണ്, നല്ല വീഡിയോസ് ഇടുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം.